സൂര്യചന്ദ്ര ഭാഗം 27. ജീപ്പ് സിഗ്നലിൽ നിർത്തി. ചുവപ്പ് ലൈറ്റിന്റെ പ്രകാശം അവരുടെ മുഖത്ത് പതിഞ്ഞു. നിനക്ക് പേടിയുണ്ട് ചന്ദ്ര? രുദ്ര ചോദിച്ചു. ചന്ദ്ര ഒരു നിമിഷം ചിന്തിച്ചു. ഉണ്ട്, പക്ഷെ ഈ സത്യം മറച്ചു വെക്കുന്നതാണ് കൂടുതൽ പേടി. അവർ ഫ്ലാറ്റിലുണ്ട്. അവരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചന്ദ്ര ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. പച്ച ലൈറ്റ് തെളിഞ്ഞു. ജീപ്പ് മുന്നോട്ട് നീങ്ങി. രുദ്ര വിളിച്ചു പറഞ്ഞത് പ്രകാരം 2 കാറുകളും ഒടുവിൽ ഒരു സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. സൂര്യ കാർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആശയക്കുഴപ്പമില്ല, മറിച്ച് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു സൂര്യ. ചന്ദ്ര കയ്യിൽ പിടിച്ച ഫോട്ടോ ഹൃദയത്തോട് ചേർത്തു. ഇതുവരെ തങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യമില്ലാത്ത തങ്ങളുടെ മുത്തശ്ശി മികയുടെ സ്നേഹത്തിന്റെ ഓർമ്മയായി 2 സഹോദരിമാർക്ക് മുന്നിലും ഒരേ ഒരു സത്യം മാത്രം. ഗായത്രി ദേവി അവരുടെ മുത്തശ്ശി മാത്രമല്ല, അവരുടെ കുടുംബത്തിന്റെ ഇരുണ്ട അധ്യായം കൂടിയാണ് എന്നുള്ള സത്യം. പക്ഷേ ആ ഇരുട്ടിനെ തകർക്കാൻ അവരുടെ കൂടെ ഒരു കളക്ടറും ഒരു IPS ഓഫീസറും കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യവും. രാത്രി കൂടുതൽ കനത്തെങ്കിലും അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ പുലരി അടുത്തെത്തുകയായിരുന്നു. രാത്രി ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നതും ഹാളിൽ വെളുത്ത സാരിയിൽ പതിവ് പോലെ സമാധാനമുള്ള പുഞ്ചിരിയോടെ ഗായത്രി ദേവി. ഒരു നിമിഷം 2 പേരുടെയും ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് അവർക്ക് ഗായത്രി ദേവിയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. അന്നേരം രുദ്ര പറഞ്ഞ വാക്കുകൾ ഓർമ്മയായി. ദേഷ്യം കാണിക്കരുത്, അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. അവർ പോകുന്നതിന് മുമ്പ് നമ്മൾ സത്യങ്ങൾ കണ്ടുപിടിക്കണം. എന്റെ മക്കളെ എത്ര നേരായി മുത്തശ്ശി കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഗായത്രി ദേവി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ ശബ്ദം പതിവ് പോലെ സ്നേഹത്തോടെ ആയിരുന്നു. ചന്ദ്രയുടെ ഉള്ളിൽ തീ കത്തിയെങ്കിലും അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. മുത്തശ്ശി, നിങ്ങളെന്തേ ഇവിടെ? പറയാതെ വന്നത് എന്താ? സൂര്യ ഒരു നിമിഷം മടിച്ചു നിന്നെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ഗായത്രി ദേവി ഇരുവരെയും കെട്ടിപ്പിടിച്ചു. അവരുടെ കൈകൾ സ്നേഹത്തോടെ തല തൊട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം തോന്നി. ഈ കൈകൾ ഞങ്ങളുടെ മുത്തശ്ശി മികയെ, ഞങ്ങളുടെ മുത്തച്ഛനെ, ഞങ്ങളുടെ അമ്മ മീരയെ ഉപദ്രവിച്ച കൈകൾ. പക്ഷേ അവൾ ദേഷ്യമൊന്നും കാണിച്ചില്ല. പിന്നെ കുറെ നേരം നിന്ന് സംസാരിച്ചു. നിങ്ങൾ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് ഗായത്രി ദേവി അവരെ പറഞ്ഞു വിട്ടു. അവർ ഫ്രഷായി വന്നതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സോഫയിൽ വന്ന് ഇരുന്നു. മുത്തശ്ശി, നിങ്ങൾ എന്താ ഇത്ര വേഗം തിരിച്ചു പോകുന്നത്? ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ചന്ദ്ര സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടുകാരില്ലേ? അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ബിസിയാണല്ലോ, എപ്പോഴും തിരക്ക് അല്ലേ? അപ്പോ ഞാനിവിടെ നിന്നാ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, ഗായത്രി ദേവി പറഞ്ഞു. അതിന് സൂര്യ ഒന്ന് ചിരിച്ചു. ബുദ്ധിമുട്ടോ? മുത്തശ്ശി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാണ്. എക്സാം എല്ലാം ആകാറായി. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ചന്ദ്ര തുടർന്നു. സത്യം പറഞ്ഞാല് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഞങ്ങളെ വല്ലാതെ മടുപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി നിങ്ങളെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പിന്തുണയാകും, ചന്ദ്ര പറഞ്ഞു. ഗായത്രി ദേവി അവരുടെ കണ്ണുകളിൽ നോക്കി. അവർക്കൊരു സംശയം തോന്നുന്നില്ല എന്ന് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം, അവർ പറഞ്ഞു. അത് കേട്ട് ചന്ദ്രയും സൂര്യയും പരസ്പരം നോക്കി. ആലോചിക്കാൻ ഒന്നുമില്ല മുത്തശ്ശി, കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ചന്ദ്ര പറഞ്ഞു. ഗായത്രി ദേവി ഒരു നിമിഷം ചിന്തിച്ചു. അവരുടെ മനസ്സിൽ ഇവരുടെ അടുത്ത് നിന്ന് നിരീക്ഷിക്കാൻ ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല. അവരുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. എന്നാ പിന്നെ മക്കൾ പറഞ്ഞതുപോലെ കുറച്ചു ദിവസം നിങ്ങളുടെ കൂടി ഞാൻ നിൽക്കാം, അവർ പറഞ്ഞു. അത് കേട്ട് സൂര്യയും ചന്ദ്രയും അവരെ കെട്ടിപ്പിടിച്ചു. അന്നേരം വാതിൽ വീണ്ടും തുറന്നു. റിയയും സാൻവിയും അകത്തേക്ക് വന്നു. അവർ കണ്ട കാഴ്ച സൂര്യയും ചന്ദ്രയും ഗായത്രി ദേവിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നു. റിയയുടെ കണ്ണുകൾ കോർത്തു. സാൻവി ഞെട്ടി. രാവിലെ ഇവരാണ് ഇവരെ കാണാതെ ഒളിച്ചു പോയത്, നമ്മളോട് ഒളിച്ചു പോകാൻ പറഞ്ഞത്. സൂര്യ റിയയെ നോക്കി. കണ്ണുകളിൽ ഒരു സൂചന ഉണ്ടായിരുന്നു. പിന്നെ പറയാം എന്നതുപോലെ. അത് കണ്ട് സാൻവി ചെറുതായി തലകുലുക്കി. ഞങ്ങൾ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ അവരുടെ റൂമിലേക്ക് പോയി. രാത്രി ഗായത്രി ഗസ്റ്റ് റൂമിലേക്ക് പോയി. റൂമിന്റെ വാതിൽ അടഞ്ഞതും സൂര്യയുടെ മുഖം മാറി. ഇവരെ ഇവിടെ പിടിച്ചു നിർത്തണം, ചന്ദ്ര പതിയെ പറഞ്ഞു. അവർ പോകുന്നതിന് മുമ്പ് അവരെക്കുറിച്ചുള്ള സത്യം കണ്ടുപിടിക്കണം. അവർ തന്നെ സത്യം പറയിപ്പിക്കണം, ചന്ദ്ര പറഞ്ഞു. അതെ, നാളെ മുതൽ അവരുടെ ഓരോ ചലനവും നമുക്ക് നിരീക്ഷിക്കണം, സൂര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചന്ദ്ര മീരയുടെ ഫോട്ടോ വീണ്ടും കയ്യിലെടുത്തു. നമ്മുടെ അമ്മയുടെ സന്തോഷങ്ങൾ
ജീവിതം ഇതെല്ലാം ഇവർ എങ്ങനെ നശിപ്പിച്ചുവോ? നമ്മുടെ മുത്തശ്ശിയെ, നമ്മുടെ മുത്തച്ഛനെ ഇവർ എങ്ങനെ ഇല്ലാതാക്കിയോ? അതിനെല്ലാം നമ്മൾ കണക്ക് ചോദിക്കണം. റിയയും സാൻവിയും വാതിലടച്ച് അകത്തേക്ക് വന്നു. ഇതെന്തിവിടെ നടക്കുന്നത്? റിയ ശബ്ദം ഒതുക്കിയിട്ടും ദേഷ്യം മറയ്ക്കാൻ കഴിഞ്ഞില്ല. രാവിലെ അവരെ കാണാതിരിക്കാനാണ് ഞങ്ങൾ ഓടിച്ചത്. ഇപ്പൊ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. സൂര്യ അവളുടെ കൈ പിടിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ പ്ലാനാണ്. അവർക്ക് സംശയം തോന്നരുത്. അവർ ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് സത്യം കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവരിൽ വേണം. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കണം അവരുടെ ഓരോ നീക്കങ്ങളും. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്തൊക്കെയോ സംശയങ്ങൾ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലെങ്കിലും കാര്യം സീരിയസ് ആണ് എന്ന് മാത്രം അറിയാം. അതുകൊണ്ട് ഡോക്ടർ ഗായത്രിയുടെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ചെറിയൊരു പുഞ്ചിരിയോടെ സൂര്യയെയും ചന്ദ്രയെയും നോക്കിക്കൊണ്ട് അവർ പറഞ്ഞത്. അത് തന്നെ, ഇവിടെ ഞങ്ങളുള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് ഡിറ്റക്റ്റീവ്സ്? ചെറിയൊരു പുഞ്ചിരിയോടെ റിയ പറഞ്ഞതും ആ ചിരിയിലും ഞങ്ങൾ എല്ലാം ശരിയാക്കി തരാം എന്നൊരു ഭാവം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഗായത്രി ദേവി അടുക്കളയിൽ വെള്ളയിൽ റെഡ് പൂക്കളുള്ള സാരി ധരിച്ച് പണികൾ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. പതിവ് പോലെ സമാധാനമുള്ളൊരു മുഖം. ചന്ദ്ര റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ, ചന്ദ്ര, നിനക്കിഷ്ടമുള്ള കാപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വിളിച്ചു പറയുന്നത് കേട്ട് ചന്ദ്ര അങ്ങോട്ട് ചെന്നു. ഗായത്രി ദേവി അവളുടെ കയ്യിലേക്ക് ഒരു കാപ്പി കപ്പ് കൊടുത്തു. ചന്ദ്രയുടെ കൈകൾ ഒരു നിമിഷം വിറച്ചു. ഇതേ ശബ്ദം, ഇതേ കരുതൽ, ഇതേ കൈകളാണ് അമ്മയുടെ ജീവിതം നശിപ്പിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഒരു പുകച്ചിലാണ്. താങ്ക്സ് മുത്തശ്ശി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗായത്രിയുടെ കണ്ണുകൾ അവളെ പഠിക്കുന്നത് പോലെ ഒരു നിമിഷം കൂടുതൽ നീണ്ടുനിന്ന ആ നോട്ടം സൂര്യ ശ്രദ്ധിച്ചു. അന്ന് സൂര്യയും ചന്ദ്രയും സാൻവിയും റിയയും ആരും തന്നെ പുറത്തേക്ക് പോയില്ല. എക്സാം ആണ് എന്ന് പറഞ്ഞ് അവർ പഠിക്കാനായിട്ട് ഇരുന്നു. ഉച്ചയോടെ ചന്ദ്രയുടെ ഫോണിൽ ഒരു മെസ്സേജ്. രുദ്ര, ശ്രദ്ധിക്കുക, അവർ ഇന്ന് ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ചന്ദ്ര മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഇന്നവർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമോ? അവൾ സൂര്യയോട് പതിയെ ചോദിച്ചു. അതേസമയം ഗായത്രി ഹാളിൽ വന്ന് നിന്നു. മക്കളെ, എനിക്ക് ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. ഒരു ചെറിയ ജോലിയുണ്ട്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അത് കേട്ട് സൂര്യ ഉടനെ പറഞ്ഞു. ഞാനും വരാം മുത്തശ്ശി. എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു നിമിഷം ഗായത്രി ദേവിയുടെ കണ്ണുകളിൽ ചെറിയൊരു അസ്വസ്ഥത വന്നു. പിന്നെ അവർ ചിരിച്ചു. അതിനെന്താ, വരൂ. കാറിന്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി ഗായത്രി ദേവി. പിന്നെ മൊബൈലിലേക്കും. അവരുടെ വിരലുകൾ ഫോൺ സ്ക്രീനിൽ വേഗത്തിൽ എന്തോ ടൈപ്പ് ചെയ്തു. സൂര്യ ഒളിച്ചൊന്ന് നോക്കി. കോണ്ടാക്ട് നെയിം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു വാക്ക് മാത്രം അവൾക്ക് വായിക്കാൻ കഴിഞ്ഞു. ഡോക്യുമെന്റ്സ് റെഡി. സൂര്യയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. സൂര്യയും ഗായത്രി ദേവിയും പുറത്തു പോയതും റിയ എന്തോ ഓർത്ത് പറഞ്ഞു. എടാ, അവർ ഇന്നലെ നമ്മുടെ ഫ്ലാറ്റിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ബാഗ് കൂടാതെ ഒരു ഫയൽ കൂടി ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കണ്ണിൽപ്പെടാതെ ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ടതാണ്. അതിൽ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഗുണമായിരിക്കും. ഇപ്പോ അവർ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ അങ്ങനെ ഒരു ഫയൽ ഇല്ല. അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ചിലപ്പോ അവർ ഗസ്റ്റ് റൂമിൽ ആ ഫയൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കിയാലോ? അതിന് ആ റൂം ലോക്ക് ചെയ്തിരിക്കുക. സാൻവി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഡ്രസ്സ് അവിടുത്തെ ബാൽക്കണിയിൽ ഉണക്കാനിട്ടു. അതെടുക്കാൻ വേണ്ടി പോകാൻ നോക്കിയപ്പോഴാണ് റൂം ലോക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടത്. ഇനി അവർ വരാതെ അത് തുറക്കാൻ പറ്റില്ലല്ലോ, സാൻവി പറഞ്ഞു. റൂം ലോക്ക് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. അതിൽ തന്നെ എന്റെ ഒരു കള്ളത്തരം ഇല്ലേ? റിയ ചോദിച്ചു. ഉണ്ട്. എന്തായാലും ഇനിയിപ്പോ അവര് വരുന്നത് വരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞു ചന്ദ്ര. കാറ് നഗരത്തിന്റെ തിരക്കിലൂടെ മുന്നേറി. സൂര്യ സ്റ്റിയറിംഗ് അവർ പറയുന്നിടത്തേക്ക് തിരിച്ചു. പക്ഷേ അവളുടെ മനസ്സ് മുഴുവൻ നിരീക്ഷണത്തിലായിരുന്നു. ഒരു തിരക്കുള്ള സ്ഥലം എത്തിയതും ഗായത്രി ദേവി വണ്ടി നിർത്താൻ പറഞ്ഞു. സൂര്യ വണ്ടി നിർത്തിയതും, നിനക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പോയിട്ട് വാ, ഞാൻ അപ്പോഴേക്കും വിളിക്കാം, അവർ പറഞ്ഞു. മുത്തശ്ശി എന്തേ ഇവിടെ? അവർ ചോദിച്ചു. അത് എന്റെ ഒരു പഴയ ഫ്രണ്ടുണ്ട്, ആളെ കാണാൻ വേണ്ടി വന്നതാണ്. നീ വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ തിരക്കിനിടയിലേക്ക് നടന്നു. സൂര്യയും കാറ് ഒരു സൈഡിലായിട്ട് ഒതുക്കി വേഗം അവരുടെ പുറകെ ചെന്നു. അപ്പോഴാണ് ഗായത്രി ദേവി ഒരു ഓട്ടോ പിടിച്ച് നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പോകുന്നത് സൂര്യ കാണുന്നത്. സൂര്യയും മറ്റൊരു ഓട്ടോയിൽ പിന്തുടർന്നു. അവർ ഇറങ്ങിയ സ്ഥലം കണ്ട് സൂര്യ ചുറ്റും നോക്കി. ഒരു പഴയ ശാന്തവും മങ്ങിയതുമായ തെരുവ്, പഴയ കെട്ടിടങ്ങൾ, മതിലുകളിൽ ഇരുണ്ട പെയിന്റിംഗ്. ആ വഴിയുടെ അവസാനത്തിൽ ഒരു പഴയ വീട്. അവിടെ എത്തിയപ്പോൾ ഗായത്രി ദേവി ഫോണിൽ ഒരാളെ വിളിച്ചു.
അപ്പോഴേക്കും വീടിന്റെ വാതിൽ തുറന്നത് മാത്രം അകത്തു നിന്ന് ഒരാൾ വേഗം പുറത്തേക്ക് നോക്കി. ഗായത്രി അകത്തേക്ക് കയറിയതും സൂര്യ ഉടനെ ശിവയ്ക്ക് മെസ്സേജ് അയച്ചു. ലൊക്കേഷൻ ഷെയർഡ്. 5 മിനിറ്റ് കാത്തിരുന്നു. പിന്നെ സൂര്യയും പതുക്കെ കെട്ടിടത്തിനടുത്തേക്ക് നടന്നു. സൂര്യയുടെ ഹൃദയം ഒന്ന് വീർപ്പുമുട്ടി. മനുഷ്യനെ അവൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഓർത്തതുപോലെ ഡോക്ടർ രാജീവ്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഡോക്ടർ. സൂര്യയുടെ ഹൃദയം വീണ്ടും ശക്തമായി ഇടിച്ചു. സൂര്യ ആ കെട്ടിടത്തിന്റെ സൈഡിൽ കാണുന്ന ജനാലയുടെ അടുത്തേക്ക് ചെന്നു. ആ ജനാല പൂർണ്ണമായും അടഞ്ഞിരുന്നില്ല. അവിടെ ഇട്ടിരിക്കുന്ന ഒരു കല്ലിന്മേൽ കയറി നിന്നു. അകത്തേക്ക് നോക്കി. അകത്ത് ഗായത്രിയുടെ ശബ്ദം. ഡോക്യുമെന്റ്സ്. മറ്റൊരു പുരുഷ ശബ്ദം. പഴയ റെക്കോർഡുകൾ ആരും കണ്ടുപിടിക്കില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും ഇവിടെ വരുന്നത് അപകടകരമാണ്. സൂര്യയുടെ ശ്വാസം തടഞ്ഞു. ആ കുട്ടികൾക്ക് സംശയം തോന്നിയാൽ അവർ അന്വേഷണം തുടങ്ങും. ഇപ്പോൾ അവരുടെ കൂട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാണ്. IPS ഓഫീസർ രുദ്രശങ്കർ ആചാര്യയും IAS ഓഫീസർ ശിവശങ്കർ ആചാര്യയും. അതുകൊണ്ട് ഉറപ്പായിട്ടും അന്വേഷണം എനിക്ക് നേരെ വരും. എന്തെങ്കിലും ഒരു ചെറിയ സംശയം കിട്ടിയാൽ മതി. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും രേഖകളും തെളിവുകളും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഗായത്രി പറഞ്ഞു. എന്തെങ്കിലും തെളിവ് പുറത്തു വരാൻ പാടില്ല. ആ വാക്കുകൾ സൂര്യയുടെ ചെവിയിൽ മുഴങ്ങി. സൂര്യ പെട്ടെന്ന് താഴേക്കിറങ്ങി കാറിനരികിലേക്ക് നടന്നു. അവിടെ ഗായത്രി ദേവിയെ കാത്തു നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു തീ കത്തുകയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഗായത്രി പുറത്തു വന്നു. മുഖത്ത് വീണ്ടും അതേ ശാന്തത. കാത്തിരുന്ന് മടുത്തോ മോളെ? അവർ ചോദിച്ചു. സൂര്യ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇല്ല മുത്തശ്ശി. കാറ് തിരിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സൂര്യയുടെ കണ്ണുകളിൽ ആശയക്കുഴപ്പമില്ല. രാത്രി വീട്ടിലെത്തി ചന്ദ്രയോട് എല്ലാം പറഞ്ഞു. അവർ തെളിവുകൾ ഇല്ലാതാക്കുകയാണ്, സൂര്യ പറഞ്ഞു. ചന്ദ്രയുടെ കണ്ണുകൾ ഇരുണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈകിയാൽ എല്ലാ തെളിവുകളും നമുക്ക് നഷ്ടമാകുമല്ലോ, ചന്ദ്ര പറഞ്ഞു. ആ സമയം രുദ്രന്റെ ഫോൺ വന്നത്. ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്തു. നാളെ രാവിലെ ആ ട്രസ്റ്റിൽ റെയ്ഡ് ഉണ്ടാകും, അവൻ പറഞ്ഞു. അത് കേട്ടതും സൂര്യയ്ക്കും ചന്ദ്രയ്ക്കും ചെറിയൊരു ആശ്വാസം തോന്നി. എത്രയും പെട്ടെന്ന് തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവരെ കൈയോടെ പിടിക്കണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം. അവർ ഇപ്പോൾ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം, രുദ്ര പറഞ്ഞു. ഞങ്ങളുടെ കാര്യമോർത്ത് ടെൻഷൻ വേണ്ട. എത്രയും പെട്ടെന്ന് അവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിക്കണം. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, ചന്ദ്ര പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. സൂര്യ ജനൽക്കൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ഗായത്രി ദേവിയുടെ ഗസ്റ്റ് റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു. പക്ഷേ ആ വീടിനുള്ളിൽ ഗായത്രി ദേവി ഒഴിച്ച് ബാക്കി ആരും ഉറങ്ങിയില്ല. അതേസമയം ഗായത്രി ദേവി തന്റെ മുറിയിൽ പഴയൊരു ഫോട്ടോ പിടിച്ചു നിന്നു. നാരായണൻ, ഉറച്ച കണ്ണുകൾ. അവന്റെ കയ്യിൽ കുഞ്ഞു മീര ചിരിയോടെ. അവളുടെ വിരലുകൾ ഫോട്ടോയിലൂടെ നീങ്ങി. അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരു നിമിഷം അവരുടെ കണ്ണുകളിൽ കുറ്റബോധം തെളിഞ്ഞു. അടുത്ത നിമിഷം അതേ കണ്ണുകളിൽ പക നിറഞ്ഞു. അവർ അറിയാൻ പാടില്ല. ഇത്രയും വർഷം ഞാൻ കെട്ടിപ്പൊക്കിയത് ഒരു നിമിഷം കൊണ്ട് ഇടിഞ്ഞു വീഴാൻ പാടില്ല. പുറത്ത് രാത്രി കനത്തു. ചന്ദ്ര സോഫയിൽ മീരയുടെ ഫോട്ടോ പിടിച്ചു. അമ്മ ഒരിക്കലും ഞങ്ങളുടെ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല. ചന്ദ്രയുടെ ശബ്ദം തളർന്നിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടി എവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാകുന്നു. സൂര്യ തിരിഞ്ഞ് ചന്ദ്രയെ നോക്കി. നമ്മുടെ മുത്തച്ഛൻ നാരായണൻ, അദ്ദേഹത്തിന്റെ മരണവും അപകടവും എന്ന പേരിൽ അടച്ചുപൂട്ടി. മുത്തശ്ശി മികയുടെ മരണം ഹൃദയാഘാതം എന്ന് പറഞ്ഞു. അമ്മയുടെ ജീവിതം തകർത്ത വിവാഹം, ഒറ്റപ്പെട്ട ജീവിതം, പിന്നെ പുതിയ വിവാഹം. ചന്ദ്രയുടെ കണ്ണുകൾ ചുവന്നു. ഇതെല്ലാം ഒരു സ്ത്രീയുടെ പക കാരണം നശിച്ചു പോയതാണോ? ഒരു നിമിഷം നിശബ്ദമായി. പിന്നെ സൂര്യ പതുക്കെ പറഞ്ഞു, നാളെ റെയ്ഡ് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. അടുത്ത ദിവസം പുലർച്ചെ നഗരത്തിന്റെ മറുവശത്ത് ശിവശങ്കർ ആചാര്യയുടെ ഓഫീസ്. ഫയലുകൾ ടേബിളിൽ. റെയ്ഡ് ഓർഡർ ഒപ്പിട്ടു. അവന്റെ കണ്ണുകളിൽ ഒരു തീർച്ചയുണ്ടായിരുന്നു. ഇത് വ്യക്തിപരമായ കാര്യമല്ല, അവൻ രുദ്രനോട് പറഞ്ഞു. പക്ഷെ ഇത് വ്യക്തിപരമാകുന്നുണ്ട്. IPS ഓഫീസർ രുദ്രശങ്കർ ആചാര്യ കളക്ടർ ശിവയുടെ മുന്നിൽ ഇരുന്നു. അവർ നമ്മുടെ ആളുകളാണ് ശിവ. അവരുടെ കുടുംബം നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ ആതിരയുടെ മരണവും. ആതിര, അവളുടെ അവസാന മെസ്സേജ്. എന്തോ ഒരു വലിയ കാര്യമാണ് നടക്കുന്നത്. രുദ്രന്റെ കൈകൾ മുറുകി. ഫ്ളാറ്റിൽ രാവിലെ ഗായത്രി പതിവ് പോലെ തന്നെ ശാന്തമായിരുന്നു. നിങ്ങൾ പഠിക്കണം മക്കളെ, ഉള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കരുത്. അവരുടെ ശബ്ദം കരുതലോടെ ആയിരുന്നു. പക്ഷെ സൂര്യയ്ക്കും ചന്ദ്രയ്ക്കും
ഇപ്പോൾ അവരുടെ ഓരോ വാക്കും വല്ലാത്ത അരോചകമായി തോന്നി. ഗായത്രി അടുക്കളയിലേക്ക് തിരിഞ്ഞപ്പോൾ ചന്ദ്ര പതുക്കെ പറഞ്ഞു, അവർ ഇന്നലെ ഡോക്യുമെന്റ്സ് മാറ്റുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വൈകാൻ പാടില്ല. ശരിയാണ്. സൂര്യ തലകുലുക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഐ ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.